പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കവി സൈനു പള്ളിത്താഴത്ത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടു. ഉജ്ജ്വലമായ പത്രസമ്മേളനം എന്ന് ഞാൻ പറയുള്ളൂ. അദ്ദേഹം അതിൽ പരാമർശിച്ച ചില പോയിൻ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇ ഡിയുടെ ഒരു നോട്ടീസ് വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അയാളുടെ മകൻ ക്ലിഫ് ഹൗസിൽ എത്ര റൂമുണ്ട് എന്ന് പോലും അറിയാത്ത ആളാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിന് ഒരു മാനദണ്ഡമുണ്ട് ആ വാക്കിന്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇടപെടാത്തൊരു മകൻ എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നെ മകളെക്കുറിച്ച് പലരും പറഞ്ഞു നോക്കിയിട്ട് പരാജയപ്പെട്ട് കിടക്കുകയാണല്ലോ. ഒരു കക്ഷി മാന്യമായി ഭരിക്കുമ്പോൾ ആ കക്ഷിയിൽ നിന്ന് ഭരണം പിടിച്ചു വാങ്ങേണ്ട ചുമതല പ്രതിപക്ഷത്തിനുണ്ടെങ്കിൽ, അർഹതയുണ്ടെങ്കിൽ, ഭരിക്കുന്ന കക്ഷിയെ തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന മേഖല ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അത്തരം ഒരു പ്രവർത്തന മേഖലയെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്ത പ്രതിപക്ഷം പോലീസുകാർക്ക് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടും എന്തൊക്കെ പറഞ്ഞോ, പ്രതിപക്ഷം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, രാഷ്ട്രീയ നാമത്തെ അപഹസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അല്ലെങ്കിൽ ഭരണപക്ഷം എന്ത് ചെയ്യുന്നു അതിനൊക്കെ എതിർക്കുക. ആ എതിർക്കുന്നതിന് കാരണം എതിർക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ. അതാണിന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉജ്ജ്വലനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിച്ചതെന്ന് പറഞ്ഞാൽ, ഈ 10 കൊല്ലം ഭരിച്ചതെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പ്രതിപക്ഷം എങ്ങനെയാണ് അപഹാസ്യരാകുന്നതെന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും, എന്ത് കാര്യം പറഞ്ഞാലും, എന്ത് ജനഹിതമായ കാര്യങ്ങൾ പറഞ്ഞാലും, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞാലും അതിനെ മുഴുവൻ ഒരു കാരണമില്ലാതെ അപഹസിക്കുക. അതുകൂടാതെ പേഴ്സണലായിട്ടുള്ള അബ്യൂസ്മെൻറ്റ്, മകൻ, മകൾ എന്നോ കാലഹരണപ്പെട്ട് പോയ ഈ ആ കേസ് സുപ്രീം കോടതി വരെ തള്ളിയ കേസാണ്. അവരാണ് എന്താ പറയുക, മുഖ്യമന്ത്രിയുടെ മകന് പഠിക്കാൻ പൈസ കൊടുക്കുന്നതെന്ന് പറയുന്ന ഒരാളുകൾ. ഒരു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി വരുന്ന പ്രതിപക്ഷം. ഇതാണ് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. ഇടയ്ക്ക് അവർ പറയും, എന്താ പറയുക, ഞങ്ങളടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരും, ഒന്നിനും കൊള്ളാത്ത ഗവൺമെൻറ്റാണ്. ഇവിടെ നടന്ന വികസനങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇവിടെ നടന്ന റോഡിൻ്റെ വികസനം, സ്കൂളുകളുടെ വികസനം, ഈ ക്ഷേമ പെൻഷൻ 2000 മാറ്റിയ വിവരങ്ങൾ, അതുപോലെ ഭരണ തലങ്ങളിൽ ഉണ്ടാക്കിയ സുതാര്യതകൾ, അതായത് എളുപ്പം ജനങ്ങളെ സേവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഭരണതലത്തിൽ കൊണ്ടുവന്നത്, ഇതൊക്കെ ഒരു ഗവൺമെൻറ് ചെയ്ത വലിയ വലിയ കാര്യങ്ങളാണ്. ഇതൊന്നും നിസ്സാരവൽക്കരിക്കരുത്. ഇതിനെയൊന്നും ഈ നിസ്സാരവൽക്കരണമാണ് പ്രതിപക്ഷത്തെ അപഹാസ്യരാക്കുന്നത്. ആക്കുന്നത്. ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം അവർക്കുണ്ട്. അതിനുള്ള അറിവും വിവരമൊക്കെ ജനങ്ങൾക്കുണ്ട്. ഒരു 90% ജനങ്ങൾക്കും അതുണ്ട്. അത് പ്രതിപക്ഷം വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട കവി നിർത്തുന്നു. താങ്ക് യു.